നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആരാണ്? അവർ എന്താണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 10 of Cups, Queen of Pentacles, Knight of Wands, 4 of Wands, 9 of Pentacles, 9 of Wands, Queen of Swords, Page of Swords, 6 of Pentacles എന്നീ കാർഡുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ അമ്മയെപ്പോലെ നിങ്ങളെ കരുതുന്ന മറ്റൊരാളോ അതുപോലെ നിങ്ങളുമായിട്ട് അത്രമേൽ ആത്മബന്ധമുള്ള ഒരു സ്ത്രീ രൂപമോ ആവാം ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചത്തോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ ആ ഒരു വ്യക്തി വളരെ ദയയുള്ള, മറ്റുള്ളവരെ പരിപാലിക്കാനായിട്ട് ഇഷ്ടമുള്ള, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് എപ്പോഴും വെപ്രാളപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. അവർ സ്വന്തം സന്തോഷത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും നിങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുമൊക്കെയാണ് എപ്പോഴും ചിന്തിക്കുന്നതും ആകുലപ്പെടുന്നതും. അവർ ഇപ്പോൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കറുത്ത രാത്രികൾ മാറി വെളിച്ചം വരണമെന്നാണ്. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അവർ കാണുന്നുണ്ട്, അതിൽ അവർ വളരെയധികം വിഷമിക്കുന്നുമുണ്ട്. ഇവിടെ 9 of Wandsൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ വലിയൊരു പോരാട്ടത്തിലൂടെയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയോ ഒക്കെ ആയിരിക്കാം ഇപ്പോൾ കടന്നു പോകുന്നത്. അവിടെ നിങ്ങൾ തളർന്ന് പോയിട്ടുണ്ടെന്നും എന്നാൽ തോറ്റു കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറല്ല എന്നും ആ ഒരു വ്യക്തിക്ക് അറിയാം. അപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസവും ശക്തിയുമൊക്കെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അവർ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾ എപ്പോഴും എന്തോ ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. ഇവിടെ പേജ് ഓഫ് സോർഡ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ചിന്തകളും ആശയക്കുഴപ്പങ്ങളുമൊക്കെ ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ സമാധാനമില്ലാത്ത നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കണമെന്നും തെറ്റായ ചിന്തകളിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കണമെന്നും ആ ഒരു വ്യക്തി പ്രപഞ്ചത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഭാവിയും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാവാനായിട്ട് ആ ഒരു വ്യക്തി പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും വിജയമുണ്ടാവണമെന്നും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ തലയുയർത്തി നിൽക്കണമെന്നും അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും ആ ഒരു വ്യക്തി ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് വളരെയധികം സങ്കടമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട പണം നിങ്ങളിലേക്ക് വരണമെന്ന് ഈ ഒരു വ്യക്തി പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ് 9 of Pentaclesൻ്റെ എനർജിയിലൂടെ മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അസ്വാരസ്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ മാറി എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന്, സമാധാനത്തോടെ ജീവിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 10 of Cupsൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ
നിങ്ങളുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സമാധാനവും സന്തോഷവുമൊക്കെ ലഭിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ വേഗത്തിൽ സഫലമാവണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. അതായത് നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയരത്തിൽ നിങ്ങൾ എത്തണം. നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടണമെന്ന് ആ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒരിടത്തും നിശ്ചലമാകാനോ പരാജയപ്പെട്ടു പോവാനോ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളുടെ പഠനത്തിലോ കരിയറിലോ ഒക്കെ വളരെ പെട്ടെന്നൊരു പുരോഗതി ഉണ്ടാവാൻ വേണ്ടി, ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവാൻ വേണ്ടി ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ 4 ഓഫ് വാൺസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വിവാഹമോ പുതിയൊരു വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭവാർത്തയോ ഒക്കെ ഉടൻ സംഭവിക്കാനായിട്ട് ഈ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരും നാളുകളിൽ ആഘോഷങ്ങളും മംഗളകരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി ഒരുപാട് ദയയുള്ള നല്ല മനസ്സുള്ള ഒരു ആളാണെന്നാണ് 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും മുന്നിൽ തന്നെയാണ്. പലപ്പോഴും സ്വന്തം കാര്യം പോലും നോക്കാതെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സിന് പ്രപഞ്ചം ഇരട്ടി നന്മകൾ നൽകണമെന്ന് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് ചേർന്ന മോശം സാഹചര്യങ്ങൾ കൊണ്ടും തിരിച്ചടികൾ കൊണ്ടുമൊക്കെ നിങ്ങളുടെ മനസ്സ് മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഉള്ളത്. ഒരുപക്ഷെ ചിരിക്കാനോ മറ്റുള്ളവരോട് സന്തോഷത്തോടെ സംസാരിക്കാനോ ഒക്കെ നിങ്ങൾ മറന്ന് പോയിട്ടുണ്ടാവാം. നിങ്ങളിപ്പോൾ മുമ്പത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഗൗരവമുള്ള കർക്കശക്കാരനായ ഒരു വ്യക്തിയായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് കഴിയാത്ത അവസ്ഥയിൽ ആയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളിലെ ആ ഒരു സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ മാറി പഴയതുപോലെ പ്രകാശമുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറാൻ അവർ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേരാനായിട്ട് ആ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.